ഓട്ടോകൾ ബൈക്കുകൾ അലൗഡ് അല്ല എന്നുള്ളതൊക്കെ ഇതിനിടയിൽ ഒരു വാർത്ത വന്നിരുന്നു അല്ലേ? അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഓട്ടോ ബൈക്ക് ഇതിലൂടെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ തലപ്പാറ കേട്ടോ. നമ്മുടെ മലപ്പുറം വർക്കിൽ തലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് KNRCL വർക്ക്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അതായത് ഇവിടെ നമ്മുടെ കൂരിയാട് അപകടം നടന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഇവിടെയും ചെറിയൊരു ക്രാക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മളത് ഒരു വട്ടം കണ്ടങ്ങനെ പോയി എന്നല്ലാതെ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്താനൊന്നുമല്ല. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാനാണ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ഇതൊരു പുഴയല്ലേ, പഴയ റോഡല്ലേ ഇത്. അപ്പം ആ റോഡൊക്കെ പോയി ഇപ്പം നമ്മുടെ പുതിയ റോഡിലേക്ക് മാറി. നല്ല വെള്ളമുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് നല്ല മഴയല്ലേ. അപ്പം നമ്മുടെ ഈ തലപ്പാറ ഭാഗത്ത് നല്ല ക്രാക്ക് വീണ ഒരു ഏരിയ കേട്ടത് കേട്ടോ. ഇവിടെ ക്രാഷ് ബരിയറൊക്കെ അവർ മാറ്റി കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഒക്കെ സെറ്റപ്പ് പാച്ച് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് ആ ലോങ്ങിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ RE ബ്ലോക്കിൻ്റെ വർക്കിൽ ആ ഒരു വളവ് കാണാം കേട്ടോ. കുറച്ച് താഴ്ന്നു പോയതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ. മണ്ണ് മൊത്തത്തിൽ ഇവിടെ ഒന്ന് താന്നു പോയിട്ടുണ്ട്. സർവീസ് റോഡിന് എന്തോ സംഭവിച്ചിരിക്കണമെന്ന് അറിയില്ല. എന്തായാലും അത് കാര്യമായിട്ടുള്ളൊരു പരിക്കല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ ഇവിടെയൊക്കെ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ചെറിയ ക്രാക്കുകളും അരകളും കുറികളൊക്കെ എന്തായാലും ഉണ്ടാകും. അതൊക്കെ വലിയ അപകടമായിട്ട് മാറുമ്പോഴാണ് ജനങ്ങൾക്ക് പ്രശ്നം. ഇതൊന്നും വലിയ കുഴപ്പമില്ലാത്തതായതുകൊണ്ട് അവർ NHAൻ്റെ ആൾക്കാരും ഒക്കെ കണ്ടതിന് ശേഷം കേട്ടോ. ക്രാഷ് ബരിയറൊക്കെ അവിടെ അങ്ങനെ തൂങ്ങിപ്പോയിട്ട് ചെറിയ ക്രാക്കും പൊട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവർ ക്ലിയർ ചെയ്തു. KNRCLൻ്റെ വർക്ക് സ്ട്രോങ് വർക്ക് തന്നെ കേട്ടോ. അത് നമുക്കൊരു സംശയമില്ല. കൂരിയാട് എന്തായാലും സംഭവിച്ചത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിപ്പോയി. അതേതായാലും റീവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റീവർക്ക് തന്നെയൊക്കെ അത് പൊളിച്ച് മാറ്റണം. അതൊക്കെ ചെയ്തതിന് ശേഷം അപ്പോൾ ഈ പാലം മൊത്തത്തിൽ മാറ്റി തന്നെ അല്ലേ. ഇവിടുത്തെ മണ്ണുകളൊക്കെ എടുത്ത് ഒഴിവാക്കിയല്ലോ. ഓക്കെ, സംഭവമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞു. ഈ പാലം ഇനി ഇല്ല കേട്ടോ. ഇത് തലപ്പാറ കഴിഞ്ഞ പാടെ കാണുന്ന ഒരു എൻട്രി കേട്ടോ. ആറുവരിപ്പാതയിലേക്കുള്ള എൻട്രി. ആ എൻട്രി അടിച്ചു വരുന്ന കാർ കേട്ടോ. അടിപൊളി. അങ്ങനെ ആയിരിക്കും. എന്നാലും കുറച്ചുകൂടി മുന്നോട്ട് വേണ്ട. അവിടെ നിന്ന് ഒരു പകുതിയോളം കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ട്രാക്കിലേക്ക് കയറാം കേട്ടോ. ഇപ്പം നമ്മൾ പൊതുവെ കാണുന്നൊരു കാഴ്ച ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ കുരിയാട് അപകടം നടന്നതിന് ശേഷം വലിയ വാഹനങ്ങൾക്കൊക്കെ ഒരു പേടിയായിരിക്കും കേട്ടോ സൈഡിൽ കൂടി പോകാൻ. എന്തായാലും മഴയുള്ള സമയത്ത് എന്തായാലും ഒരു പേടി ഉണ്ടാവും. സൈഡിൽ വലിയ വാഹനങ്ങൾ മാത്രമല്ല, ചെറിയൊരു വാഹനങ്ങൾ പോലും ചില സ്ഥലത്ത് പോകാനൊരു പേടി ഒക്കെ ആളുകൾ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട്. എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. മലപ്പുറം ജില്ലയിൽ ഈ ഭാഗം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലല്ലോ പിന്നെ സംഭവം സ്ട്രോങ് ആട്ടോ. ഒരു കുഴപ്പമില്ല, ഉഷാറായിട്ട് പോയിക്കോളി. അപ്പം സൈഡിൽ ലോഡ് വാഹനങ്ങൾ, സൈഡ് ട്രാക്കല്ല വലിയ വാഹനങ്ങൾക്കുള്ളത്. അപ്പം അവർ സെൻറ്റർ ഭാഗം പിടിച്ചിട്ട് പോകണതാണ് ഇപ്പം കാണുന്ന കാഴ്ച. അതാണിപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്ടോ. നമ്മളെ KSRTC ബസ്സൊക്കെ വരുന്നുണ്ടോ. ഇവർക്കൊക്കെ സൈഡ് ട്രാക്കാണ് ഇവരുടെയൊക്കെ ട്രാക്ക്. ഹെവി വാഹനങ്ങൾ ഇതൊക്കെ എല്ലാവരും സെൻട്രൽ ട്രാക്ക് പിടിച്ചിട്ടാണ് പോണത്. മൂന്നാമത്തെ ട്രാക്ക് സ്പീഡ് പോകുന്ന വാഹനങ്ങൾ എന്താ പോക്ക്. 120. മൂന്നാമത്തെ ട്രാക്കിൽ പോണ ആ കാർ കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഫൈനാ. അതിൽ വേറെ അപ്പീലില്ല. ഇതിനൊക്കെ ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിലുള്ള അസാഡ് ലൈനിലേക്ക് ഒരു കാരണവശാലും വാഹനങ്ങൾ കയറാൻ പാടില്ല. അത് നമ്മളെ എൻട്രി ആവുന്നിടത്തുനിന്ന് വേണ്ട എൻട്രി ആയിട്ട് മെല്ലെ ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ട്രാക്കിലേക്ക് കയറാനുള്ള ബ്രോക്കൺ ലൈനായിട്ടാണ് കാണുന്നത് കേട്ടോ. അതിലൂടെ ഇതിലേക്ക് കയറുക. ആ ബ്രോക്കൺ ലൈൻ അതുവരെ ഉണ്ട്. അതുവരെ പോകാം ഒരേ വീതിയിൽ അങ്ങനെ വന്നിട്ട് അതിലേക്ക് കയറാൻ. ബ്രോക്കൺ ലൈന് കാണുമ്പോൾ മുന്നിലുള്ള വാഹനങ്ങളും ഒന്ന് സ്ലോ ആക്കിയിട്ട്, പിന്നെ നമ്മുടെ എൻട്രി എത്തുമ്പോൾ സ്പീഡിനെ കുറിച്ചൊക്കെ സ്പീഡ് നെയിം ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ
ശ്രദ്ധിക്കുക. അപ്പോൾ എൻട്രി ഭാഗം എത്തുമ്പോഴൊക്കെ അതിനുള്ള എല്ലാ മാർക്കിങ്ങുകളൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് പോവുക കേട്ടോ. നമ്മുടെ KSRTC ഫസ്റ്റ് ട്രാക്കിലേക്ക് കയറിയിരിക്കുകയാണ്. അടിപൊളി. ഒരു സെക്കൻഡ് ട്രാക്കിൽ അവിടെ നിന്ന് വന്നിട്ട് ഫസ്റ്റ് ട്രാക്കിലേക്ക് കയറി. അങ്ങനെ ആയിരിക്കണം വലിയ വാഹനങ്ങൾ. സെക്കൻഡ് ട്രാക്കിൽ കാറുകൾ ഇങ്ങനെ പോവാം. മൂന്നാമത്തെ ട്രാക്ക് എപ്പോഴും ഫ്രീ ആയിരിക്കണം. അപ്പോൾ നമ്മൾ മലയാളികളുടെ മാനം കാക്കണം കേട്ടോ. എൻ്റെ വീഡിയോയിലൊക്കെ കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. മലയാളികൾ അങ്ങനെ തന്നെയാണ്. അതൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് മാറ്റിയെടുക്കണം. അതൊക്കെ മാറ്റി അടിച്ച് പൊളിച്ചിട്ട് വാഹനം ഓടിക്കുക. മൂന്നാമത്തെ ട്രാക്കിൽ തന്നെ എമർജൻസി വാഹനങ്ങൾക്ക് മാത്രമുള്ളതാണ്. രണ്ടാമത്തെ ട്രാക്കിൽ പോകുന്ന വാഹനങ്ങൾ ജസ്റ്റ് ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ മാത്രം മൂന്നാമത്തെ ട്രാക്കിലേക്ക് കയറുക. പിന്നെ ട്രാക്കിൽ നിന്ന് മാറുന്ന സമയത്ത്, ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാവരും ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ട് വാഹനം ഓടിക്കുക. ഇതുപോലെ ആയിരിക്കണം വാഹനം പോകേണ്ടത്. ഓട്ടോകൾ, ബൈക്കുകൾ അലൗഡ് അല്ല എന്നുള്ളതൊക്കെ ഇതിനിടയിലൊരു വാർത്ത വന്നിരുന്നു അല്ലേ? അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഓട്ടോ, ബൈക്ക് ഇതിലൂടെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ബൈക്കുള്ളൂ, കാറൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണമെന്നുള്ള അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതിലൂടെ അലൗഡ് ആവണം എന്നുള്ള ആഗ്രഹക്കാരാണ്. എന്താ വെച്ചാൽ എക്സ്പ്രസ് ഹൈവേ അല്ലല്ലോ. അപ്പോൾ അപകടം നടക്കുന്ന കാരണത്താലാണ് അവരിതൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്. അപ്പം അപകടം നമ്മളെ കാറുകൾക്കൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. സംഭവിക്കാനുള്ളത് സംഭവിക്കും. അപ്പം നമ്മുടെ ബൈക്കൊക്കെ ലോങ് പോകുന്ന ആൾക്കാരൊക്കെ സർവീസ് റോഡിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ ഒരുപാട് പ്രശ്നം, സമയമൊക്കെ പോകില്ലേ. അപ്പം ബൈക്കും ഓട്ടോ ഒക്കെ നമ്മുടെ ആറുവരിപ്പാതയിൽ അലൗഡ് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിന്നെ പൊങ്കാലിടാൻ വരണ്ട ആരും കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ വീഡിയോ കാണുന്ന ആളുകളുടെ അഭിപ്രായം എന്താണ്? അതൊക്കെ ഒന്ന് പറഞ്ഞാൽ കേട്ടോ എല്ലാവരും. പിന്നെ വേറൊരു കാര്യം കൂടി പ്രത്യേകം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആറുവരിപ്പാതയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ആറുവരിപ്പാത വലത്തുഭാഗത്തേക്കുള്ള ഒരു എൻട്രി ഉണ്ടാവില്ല കേട്ടോ. യൂ ടേൺ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വിചാരിച്ച് ആരും ഇങ്ങനെ നേരെ പോകണ്ട. നിങ്ങൾക്ക് എത്താനുള്ള സ്ഥലത്തിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള എക്സിറ്റിലേക്ക് കയറിയിട്ട്, നിങ്ങൾക്ക് ഓപ്പോസിറ്റാണ് പോകേണ്ടതെങ്കിൽ എക്സിറ്റിലേക്ക് കയറിയിട്ട്, അതും നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ളൊരു കാരണം കേട്ടോ. അങ്ങനെ തൊട്ടടുത്തുള്ള അണ്ടർപാസോ ഓവർപാസോ ആണോ അതിൽ വെച്ചാൽ ആ റൂട്ടിലേക്ക് പാസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഓപ്പോസിറ്റിലേക്ക് വരാൻ കഴിയുള്ളൂ. ഇപ്പം മലപ്പുറം ജില്ലയിൽ മൊത്തം സെൻട്രൽ ഭാഗത്ത് ഫുള്ള് ലോക്ക്ഡാണ്. അപ്പം നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലങ്ങളിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള ആ ഒരു എൻട്രിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം, എക്സിറ്റിലേക്ക് ഇറങ്ങിയതിന് ശേഷം നിങ്ങളുടെ അണ്ടർപാസ് ഓവർപാസ് യൂസ് ചെയ്ത് ഓപ്പോസിറ്റ് ട്രാക്ക് ഭാഗത്തേക്ക് വരിക. ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ യൂ ടേൺ നമ്മുടെ ആറുവരിപ്പാതയിൽ ഒരിക്കലും ഉണ്ടാവില്ല. നടുവിലത്തെ ഡിവൈഡർ അങ്ങോട്ട് പോകും. അതിനൊരു ഗ്യാപ്പും ഉണ്ടാവില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നതും ക്യാമറ ഫിറ്റ് ചെയ്യുന്ന കാല് വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ബൈക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ഗ്യാപ്പുകളുണ്ട്. അതിലൂടെയൊക്കെ ആളുകൾ നുഴഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയറുന്നവരൊക്കെ ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിച്ച് പോവുക. ഓക്കെ, കാറുകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവരൊരു രക്ഷയില്ലാത്ത വിരുത്താണ്. ചിലതരം മത്സര ഓട്ടങ്ങളാണ് നടക്കുന്നത്. തൊട്ടടുത്ത സീറ്റിൽ പെൺകുട്ടികൾ ഇരിക്കുമ്പം വാശി, തോറ്റെടുക്കാൻ പാടില്ല, അങ്ങനെ ചിന്ത ഒരു ഡ്രൈവർമാർക്കും വരാൻ പാടില്ല കേട്ടോ. പോകുന്നവർ പോട്ടെ, റോഡിൽ വാശി വേണ്ട, വാശി പാടില്ല. അതാണ് നമ്മുടെ റോഡിൽ വാശി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിഷമിക്കേണ്ടി വരും. അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ സ്ഥലത്തും മാർക്കിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാർക്കിങ്ങുകൾ ഫുള്ള് നമ്മുടെ എക്സിറ്റ് എൻട്രി വരുന്നിടത്താണ് അപകടങ്ങൾക്ക് സാധ്യത കൂടുതൽ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. 1/2 കിലോമീറ്റർ ദൂരത്തിൽ, 1 കിലോമീറ്റർ ദൂരത്തിൽ എക്സിറ്റ് ഉണ്ട്, എൻട്രി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. നെയിം ബോർഡുകളൊക്കെ ശ്രദ്ധിക്കണം. വെറും സ്പീഡിൻ്റെ മീറ്ററിൻ്റെ മുകളിലേക്ക് മാത്രം നോക്കരുത് കേട്ടോ. റോഡിൽ വെച്ച മാർക്കിങ്ങുകളൊക്കെ ശ്രദ്ധിക്കുക. ബ്രോക്കൺ ലൈൻ, അതുപോലെ ഇടപെടാതെ പോകുന്ന ലൈനുകൾ, ഇതൊക്കെ ശ്രദ്ധിച്ച് ഓവർടേക്ക് ചെയ്യേണ്ടവർക്ക് മാത്രം ഓവർടേക്ക് ചെയ്യുക. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കട്ടോ.
പിന്നെ നമ്മുടെ റോഡിൽ നിർത്തേണ്ട വലിയ വാഹനങ്ങൾക്ക് നിർത്താനുള്ള സ്ഥലങ്ങൾ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.